നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന് ലഭിച്ചുവെന്ന് പറയുന്ന കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരള ജനത ഞെട്ടിയതാണ്. അതായത് ശബരിമല തീർത്ഥാടന കാലത്ത് ഡോക്ടർമാരെ ഇനി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആരോഗ്യവകുപ്പ് ദേവസ്വം ബോർഡിനെ അനുവദിച്ചിരിക്കുന്നു. ഡോക്ടർമാരെ വേണമെങ്കിൽ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ കണ്ടെത്തണം എന്നാണ് ഈ കത്തിലുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ആ കത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ ഡോക്ടർമാരെ നൽകില്ല എന്ന് പറയാനുള്ള കാരണം, മുൻകാലങ്ങളിൽ ഡോക്ടർമാരെ നൽകിയപ്പോഴെല്ലാം ഡോക്ടർമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളെയുമെല്ലാം ആരോഗ്യവകുപ്പ് ഓരോ തീർത്ഥാടന കാലത്തും അതുപോലെ തന്നെ മാസപൂജ കാലത്തുമൊക്കെ നൽകാറുണ്ട്. തീർത്ഥാടന കാലത്ത് നൽകുന്ന എണ്ണമായിരിക്കില്ല ഒരുപക്ഷെ മാസപൂജ കാലത്ത് നൽകുന്നത്. പക്ഷേ എങ്കിലും ഭക്തന്മാരുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ ഭക്തന്മാരുടെ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഡോക്ടർമാരെ ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് നിയോഗിക്കുന്നത്. അവർ ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് അടിയന്തരമായ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആരോഗ്യ വകുപ്പ് സംഘത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. അത് ശബരിമലയിൽ മാത്രമല്ല, പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും, അതോടൊപ്പം തന്നെ അത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല മറ്റു പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ശബരിമലയിൽ പ്രത്യേകിച്ചും, കാരണം ശബരിമല ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയാണ്. അതൊരു മലയാണ്, വലിയ ഉയർന്ന പ്രദേശമാണ്. അവിടേക്ക് കയറി വരുന്ന കാൽനടയായിട്ടാണ് ആളുകൾ കയറി വരുന്നത്. കാനനപാതയാണ്. അതുവഴി കയറി വരുന്ന ഭക്തന്മാർക്ക് തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടർമാരുടെ സേവനവും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനവുമെല്ലാം അത്യന്താപേക്ഷിതവുമാണ്. ഇങ്ങനെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഡോക്ടർമാരെ ഈ വർഷം മുതൽ പിൻവലിക്കുകയാണ് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവർ നിരത്തുന്നത് മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും ഒക്കെ തരുമ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണമോ താമസ സൗകര്യമോ വെള്ളമോ ഒന്നും അറേഞ്ച് ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡ് വിജയിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് ഇതിലൊക്കെ വലിയ അമാന്തം വരുത്തുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് യാത്രാപ്പടി, ബത്ത ഇങ്ങനെയൊക്കെ നൽകുന്നതിലും വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ ഡോക്ടർമാരെ അയക്കില്ല, വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഡോക്ടർമാരെ കണ്ടെത്തിക്കോ എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെയും ഞെട്ടിച്ച ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് സർക്കാർ അറിയാതെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെ അറിയാതെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഇത്തരം വളരെ പ്രധാനപ്പെട്ട കേസുകളെല്ലാം വകുപ്പ് മന്ത്രി അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പുതിയ ഒരു സർക്കാരാണ്, വകുപ്പ് മന്ത്രി പോലും അറിയാതെ ഇങ്ങനെ ഒരു കത്ത് പോയിരിക്കുന്നു. ആ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും കേരളമാകെ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ് ആരോഗ്യവകുപ്പ് പിന്മാറുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് മന്ത്രിയെ അറിയിക്കാതെ ഇങ്ങനെ ഒരു ചെയ്ത്ത് KJ റീന ചെയ്തു? ഈ KJ റീനയ്ക്ക് ശബരിമല തീർത്ഥാടനത്തോടും അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടോ വല്ല വൈരാഗ്യമോ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ എന്തായാലും KJ റീനയ്ക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ്. KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി നിയമിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് റീജിയണൽ ലാബറട്ടറിയിലേക്കാണ് ഈ ഡോക്ടർ KJ റീനയെ മാറ്റി നിയമിച്ചിരിക്കുന്നത്. അതിനെതിരെ അവർ വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മന്ത്രി അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. 3 വർഷം ആ ഒരു നിലയിൽ പൂർത്തിയാകുന്നു, ആ ഒരു പോസ്റ്റിൽ ഡോക്ടർ KJ റീന പൂർത്തിയാകുന്നു. 3 വർഷം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വലിയ സാമ്രാജ്യമാക്കി ഒക്കെ ആ ഏതൊരു ഉദ്യോഗസ്ഥയ്ക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ സംവിധാനം പരിശോധിച്ചാൽ അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് മാറ്റുന്നു. മാത്രമല്ല ഇത്തരം തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ, സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ സർക്കാരിനോട് ചോദിക്കാതെ, സർക്കാരിനോട് ചർച്ച ചെയ്യാതെ ഇത്തരത്തിലുള്ളൊരു വിവാദപരമായ കത്ത് തന്നിഷ്ടപ്രകാരം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഒരു നടപടി തന്നെയാണ് എന്ന് K മുരളീധരൻ ഇന്ന് വാർത്താലേഖകരോട് പറയുകയും ചെയ്തു. ഇങ്ങനെ ആരോഗ്യവകുപ്പ് അതിൽ നിന്ന് പിന്മാറുന്നതിനെതിരെ ഹിന്ദു സംഘടനകളും വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും എല്ലാം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ആ ഉദ്യോഗസ്ഥ ചെയ്തു. അതിൻ്റെ ഒരു ശിക്ഷ, അത് വളരെ ചെറിയൊരു ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും
നേരെ എറണാകുളത്തേക്ക് അതേ തസ്തികയിൽ അല്ലെങ്കിൽ അതേ ഒരു പോസ്റ്റിലേക്ക് ഒരു സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നു. അതുപോലും തന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് KJ റീന പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്തത് വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരോട് അവർ വലിയ ചതിയാണ് ചെയ്തത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ഭക്തന്മാരാണ് അടിയന്തര മെഡിക്കൽ സേവനം അവിടെ വേണ്ടി വരുന്നത്. ആ രംഗത്തെല്ലാം ആളുകൾ കുഴഞ്ഞു വീഴുക, അല്ലാത്ത രീതിയിൽ അപകടം പറ്റുക, കഴിഞ്ഞ സീസണിൽ വന്യമൃഗങ്ങൾ പോലും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടാവുക, ഇതെല്ലാം തീർച്ചയായും ഡോക്ടർമാരുടെ സേവനം അത്യന്താപേക്ഷിതമായി അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ മുരളീധരൻ വളരെ കൃത്യമായ നടപടി തന്നെ സ്വീകരിക്കുന്നു. സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഭക്തരുടെ ആരോഗ്യം എന്നുള്ളത്. ഭക്തരുടെ ജീവൻ്റെ സുരക്ഷ എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഭക്തന്മാർക്ക് ഡോക്ടർമാരുടെ സേവനം ലഭിക്കില്ല എന്ന് പറയാൻ ഈ KJ റീന ആരാണ് എന്ന ചോദ്യമാണ് സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ സൗമ്യമായിട്ടാണ് ഈ നടപടിയെക്കുറിച്ച് മുരളീധരൻ പുറത്ത് വാർത്താലേഖകരോട് പറഞ്ഞതെങ്കിലും അദ്ദേഹം ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു. അയ്യപ്പ ഭക്തന്മാരെ തൊട്ടുകളിച്ച അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിനെതിരെ നീങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയെ അപ്പോൾ തന്നെ അവിടെ നിന്നും പറപ്പിച്ച ഒരു നടപടി അത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ സ്വാഭാവികമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിനകത്ത് മറ്റു പല ഗൂഢാലോചനകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും ഇന്നിപ്പോൾ ഒരേ മന്ത്രിയുടെ കീഴിലാണ്. അങ്ങനെയുള്ള ഒരേ മന്ത്രിയുടെ കീഴിലുള്ള രണ്ട് വകുപ്പുകൾ തമ്മിലാണ് ഇങ്ങനെയൊരു അസ്വാരസ്യം ഉണ്ടാകാൻ ഈ പറയുന്ന കത്ത് കാരണമായിരിക്കുന്നത്. മാത്രമല്ല, ഈ കത്ത് സർക്കാരിൻ്റെ പ്രതിച്ഛായയുടെ മോശമാകുന്നതിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് പ്ലീഡർ നിയമനം പോലും വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കൂട്ടത്തിലാണ് വളരെ മനുഷ്യത്വപരമായ ഒരു നിലപാട്, ആ നിലപാടുമായി രംഗത്ത് വന്ന ഉദ്യോഗസ്ഥയെ ദേവസ്വം മന്ത്രി മുരളീധരൻ സ്ഥലസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത്.